ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതെൻ്റെ കുഞ്ഞു മോളാണ്. അപ്പോൾ ഇവളെ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈയിടെ ഇവളും ഇത്താൻ്റെ മോനും കൂടി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് ഇത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പറയുന്നത് ചൈനീസ് ആണോ, ഇറ്റാലിയൻ ആണോ, റഷ്യൻ ആണോ എന്താണെന്ന് എനിക്ക് തന്നെ പിടിയിട്ടുണ്ടായില്ല. പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ വക സംഭവങ്ങളൊക്കെ കണ്ടതും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് വെച്ചൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. സംഭവം പുള്ളിക്കാരി അങ്ങനെ സ്ക്രീൻ ടൈം ഇല്ല, പക്ഷെ എന്നാലും കുഞ്ഞല്ലേന്ന് വിചാരിച്ചാൽ എപ്പോഴെങ്കിലും കുറച്ച് നേരത്തേക്ക് അവൾക്ക് കൊടുക്കും. ഇനി അഥവാ അവൾക്ക് കൊടുത്താലും ഒരു 10-15 മിനിറ്റ് അവൾ ചിലപ്പോൾ കണ്ടിട്ട് പിന്നെ അതവിടെ വെച്ച് ആൾക്ക് പിന്നെ കളി എന്തെങ്കിലും സൈക്കിൾ ഔട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ വയ്ക്കുന്ന പാത്രം വെച്ചിട്ടുള്ള കളികളായിരിക്കും ഫുള്ളും. ആ ഫോൺ അവിടെ ഇരുന്ന് കേട്ടോണ്ടേ ഇരിക്കും, ആളുടെ വഴിക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് പുള്ളിക്കാരുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് വെച്ചിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അവൾക്ക് അറിയോ ഇല്ലയോ എന്തൊക്കെ അറിയാമെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോൾ അത് കാരണം ആ ഒരു വീഡിയോ ആക്കാമെന്ന് കരുതി. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു കൊടുക്കും, പറയുമോ ഇല്ലയോ എന്നറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. പാത്തൂസേ, ഫസ്റ്റിലത്തെ ഒരു ഫോട്ടോ മീ കാണിച്ചേ. ഇതേതാ? എന്താ ത്രലലിലോ അങ്ങനെ ത്രലലിലോ എനിക്കറിയില്ല കേട്ടോ. ത്രലലിലോ ത്രലലാന്നോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടോ, പിള്ളേർക്ക് അറിയായിരിക്കും. ഇതെന്താ? ഇതെനിക്കറിയാം കേട്ടോ, ചിമ്പാൻസിനി ബനാനിനി. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതാ ഇത്. പറയാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്, ചിമ്പാൻസിനി ബനാനിനി. എനിക്ക് തോന്നുന്നു 2 ഫോട്ടോകളുടെ തമ്മിലുള്ള ഇറ്റാലിയൻ പ്രൊനൗൺസിയേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഇത് ഞാനൊക്കെ എന്ത് ചേർത്താ ഇപ്പോൾ. ഇതെന്താ? ഇതും എനിക്കറിയാം. ഇതും പറയാൻ കുറച്ചും കൂടെ എളുപ്പം. ഇവള് പാത്തൂസ് ആദ്യമൊക്കെ കാറിലിരുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും പോകുമ്പം ഈ പുള്ളിയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വല്ല ഗെയിമിലോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണോ എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയാണ് സംഭവം പുള്ളിക്കാരുടെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയത്. അതിനകത്ത് ഫസ്റ്റ് ഞാൻ ഇക്കാര്യം പിടിച്ചെടുത്ത സംഭവമാണ് ഈ തും സഫൂർ എന്ന് പറയുന്ന സംഭവം. നീ അടുത്ത എന്താന്ന് പറയണേ. കാലം മാറ്റുന്നു. ഇതെന്താ? ഇത് കൂടെ പറഞ്ഞ അടിപൊളി. ഇതെന്താ? എന്ത്? അങ്ങനെയല്ല കേട്ടോ, ലിറി ലാലില എന്നാണ് അടുത്ത് കൊടുത്തേക്കുന്നത്. പുള്ളിക്കാരി അറിയണ ലിലി ലാലിലായിരുന്നു. ലിലി ലാലില. അപ്പൊ സംഭവം ഇതിന്റെ പേര് വേറെയാണ് കേട്ടോ. ഇത് ഒരു എലിഫന്റ് ആണ്, പക്ഷെ ഇത് കാലില് ഷൂ ഒക്കെ ഇട്ടിട്ട് അറിയില്ല. ഓക്കെ. ഇതെന്താ? അപ്പൊ ഇതെന്താ? ഏത് ഭാഷയാണോ എനിക്കറിയില്ല. ഗ്ലോബ് ഓഫ് ഫൂത്തൽ. ഇത് വല്ല അറിഞ്ഞിട്ടാണ് എനിക്കൊന്ന് പറയണേ. 3P ട്രോപ്പി അത് ഞാൻ കേട്ടു. 3P ട്രോപ്പി ട്രോപ്പർ ടിപ്പ. ഇതോ ഈ പശുവിന്റെ പടം ഉള്ളതാ? ഇത് ഒരു കൗവിന്റെ പടമൊക്കെയാണ്. ഇതിപ്പം ഇതിന്റെ യഥാർത്ഥ പേരല്ലേ എനിക്ക് ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ബാഹുബലി സിനിമയ്ക്കകത്ത് എന്താണ് നിംത അതൊക്കെ പറഞ്ഞില്ല, അതിനെക്കാട്ടി അപ്പുറമാണ് ഇത്. സത്യം പറഞ്ഞാല് ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അത്യാവശ്യം ഇപ്പം എല്ലാം അറിയുന്നൊരു ജനറേഷൻ പേരൻസ് ആയിരിക്കും എല്ലാ മക്കൾക്കും ഉള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ ഇവരുടെ ഓരോ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നത്. പക്ഷേ ജനറേഷൻ എന്ന് പറയുന്നത് വേറെ രീതിയിൽ. അപ്പം എൻ്റെ അടുത്തേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് എല്ലാം അറിയാം, പക്ഷേ നമ്മുടെ പ്രായം എത്തുമ്പോഴത്തേനും നമ്മുടെ പിള്ളേർ
അവർക്ക് അറിയുന്ന ഉടായ്പ, നമുക്ക് അറിയാത്ത ഉടായ്പകൾ എടുക്കുന്നു. അതെനിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ല ആണല്ലേ. ഇത് നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ അവർക്കറിയാം. അപ്പൊ അതാണ് ഓരോ ജനറേഷൻ വരുമ്പോ ചേഞ്ചസ് വരും എന്ന് പറയുന്ന സത്യം അല്ലേ പത്തു? പത്തുവിന് ഇതൊക്കെ എങ്ങനെ അറിയണേ? ചോദിക്കട്ടെ, ഇതെന്താ? ഇത് ബല്ലറീന കാപ്പുച്ചീന. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് 3-4 പേരെ അറിയാം കേട്ടോ. ബല്ലറീന കാപ്പുച്ചീന, പിന്നെ ഈ തും സഹൂർ, പിന്നെ ചിമ്പാൻസിനെ ബനാനീനി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇവള് പറയണ കേട്ട് എനിക്കറിയാവുന്ന സാധനങ്ങളാണ്. ഇനി വേറെ വല്ലതും ഒക്കെ അറിയാവോ? എനിക്ക് ഞാൻ എടുക്കാം. ഇതെന്താ? ഇത് മോണിക്ക അമ്പലാബു. ഇതോ? കപ്പുച്ചിനോ അസാസിനോന്റെ ഫിഗർ കാണുമ്പോഴത്തേനും അതേ രീതിക്ക് എടുക്കൂട്ടോ. 2 വാളൊക്കെ എടുത്തിട്ട് അന്ന് നിന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് ഇങ്ങനെ കപ്പുച്ചിനോ അസാസിനോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഇത് കത്തി പോലത്തെ കാപ്പുച്ചിനോ അസാസിനോ ആണോ? ഇതാരാ ഈ ജിമ്മായിട്ടുള്ള ആള്? ഇത് കേൾക്കാൻ നല്ല രസമാട്ടോ. മാത്രമേ കേൾക്കുള്ളൂ, ബാക്കിയെല്ലാം എനിക്കറിയില്ല. ഇതാരാ? ഇത് പത്താപ്പി. വളരെ നല്ല അഭിപ്രായമാണ്. ഇതാരാ? അപ്പൊ 2-3 ത്രിപ്പിത്രപ്പ് ഉണ്ടോ? ഓഹോ, ക്യാറ്റിന്റെ പടം ഉള്ളതും അല്ലാതെ ഷ്രിമ്പിന്റെ പടം ഉള്ളതും ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇതാരാ ഈ തണ്ണിമത്തനകത്ത് ഇത് വന്നത്? ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഗ്ലോബ് ഓഫ് ഉത്തർദല്ലോ. എന്തുണ്ടല്ലോ. ഇതാരാ? ഈ വായിക്കൊള്ളാത്ത പേരൊക്കെ എങ്ങനെ ഓർത്തിരിക്കാൻ? എന്തായാലും അവക്ക് ഇതിനകത്തുനിന്ന് ഒരു 10-15 എണ്ണം എന്തായാലും കാണാതെ പഠിച്ചു. ഇതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് പേരല്ല പാട്ട് തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. രാവിലെ എണീച്ച് കഴിയുമ്പോഴത്തേനും ഇത് വെച്ച് ഇതിനകത്ത് എങ്ങനെ ഈ പാട്ടൊന്ന് പാടിക്കേ? എങ്ങനെയാ പാട്ട് പാടണേ? അതല്ല, ഇന്ന് നേരത്തെ പാടില്ലേ? എനിക്കൊന്നും പറയാനില്ല. ഞങ്ങള് രാവിലെ എണീച്ചൊരു ഉച്ചയ്ക്കുമ്പോ ഈ പാട്ട് കേൾക്കാതെ ഞാൻ ചെന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കിളി പോകും. ഇത് എന്താ പാടുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത് കേട്ട് മടുത്ത് മാറ്റാം. അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്. എനിക്കിതൊക്കെ ഒന്ന് എന്തോരം പാത്തൂസിനെ അറിയണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും അറിഞ്ഞു, തൃപ്തിയായി. ഒരു 10-15 എന്തായാലും ആള് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആള് അലമ്പി നശിപ്പിക്കും. അപ്പൊ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിന്റെ ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ പറഞ്ഞേ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.